ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന ഏവർക്കും വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് സ്നേഹവന്ദനങ്ങൾ. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ചും ഫലങ്ങളെക്കുറിച്ചും നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. വരങ്ങളെക്കുറിച്ച് കൊരിന്ത്യ ലേഖനത്തിലും ഫലങ്ങളെക്കുറിച്ച് ഗലാത്യ ലേഖനത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കും. വരങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കുകയാണെങ്കിൽ ഈ വരം പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ 9 വരങ്ങൾ, ആ വരങ്ങൾ സാമർത്ഥ്യമായ ലോക നന്മയ്ക്ക് വേണ്ടി ദൈവം ചിലർക്ക് കൊടുക്കുന്നതാണ്. ഈ വരങ്ങൾ ഏറെക്കുറെ ഏവർക്കും ലഭിക്കും. വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ജീവിതത്തിൽ അത്രമാത്രം വിശുദ്ധിയില്ലാത്ത വ്യക്തികൾക്ക് കൂടെ പരിശുദ്ധാത്മാവിൻ്റെ വരം ലഭിക്കാനായിട്ട് കഴിയും. ചില പ്രാസംഗികന്മാർക്ക്, ദൈവവേല ചെയ്യുന്നവർക്ക്, വചന ശുശ്രൂഷ ചെയ്യുന്നവർ, അവർക്കെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിലധികം ആ ദൈവ വേലക്കാർ ആഗ്രഹിക്കുന്നത് ചില പ്രത്യേക വരങ്ങളാണ്. 9 വരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെതായിട്ടുണ്ട്. അതിൽ ചില വരങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുവാനായിട്ട്, ലഭിക്കുവാനായിട്ട് ചില ദൈവ വേലക്കാർ ആഗ്രഹിക്കുന്നു. ഉദാഹരണമായിട്ട് രോഗശാന്തി വരം, അത് ലഭിക്കാനായിട്ട് പലരും ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ പ്രവചനവരം, ആത്മാക്കളുടെ വിവേചനം എന്നീ വരങ്ങൾ പലർക്കും ലഭിക്കുന്നു. അവർ അവരുടെ ആത്മീയ ശുശ്രൂഷയിൽ അത് ചെയ്യുകയും ചെയ്യുന്നു. എന്തിനാണ് പരിശുദ്ധാത്മാവ് ഈ വരങ്ങൾ കൊടുക്കുന്നത്? അത് ഈ ലോകത്തിൽ നമ്മുടെ കർത്താവിൻ്റെ വേല ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അത് അവർക്ക് നൽകുന്നത്. എന്നാൽ അവർക്ക് ജീവിതത്തിൽ വിശുദ്ധി വേണമെന്ന് വലിയ നിർബന്ധം ഇല്ല എന്നുള്ളതാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ നാം 100% വിശുദ്ധിയുള്ളവരായിരിക്കണം. ഇത് പറയാനായിട്ട് കാരണം വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെ നമുക്കൊരു സംഭവം കാണുവാനായിട്ട് കഴിയും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 22-23 വാക്യങ്ങളിൽ ചിലർ ദൈവത്തോട് പറയും, അന്ത്യ ന്യായവിധി നാളിൽ അവർ പറയും, കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, വീര്യ പ്രവൃത്തികൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് അവർ ന്യായമായി ദൈവത്തോട് പറയും. കാരണം അവർ ഈ ലോകത്തിൽ ആയിരുന്നപ്പോൾ ഒരുപാട് കാലം ഇതുപോലെയുള്ള പ്രവൃത്തികൾ ചെയ്തിരുന്നു. അവർ രോഗികളെ സൗഖ്യമാക്കിയിരുന്നു, പ്രവചനങ്ങൾ പറഞ്ഞിരുന്നു, ഭൂതോച്ചാടനം തുടങ്ങിയ പ്രവൃത്തികൾ ചെയ്തിരുന്നു. അപ്പോൾ ദൈവം പറയാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ദീർഘകാലം
ദൈവവേല ഈ ലോകത്ത് ചെയ്തിട്ടും അതിൽ ഒരൊറ്റ ദിവസം പോലും ചെയ്ത പ്രവർത്തനം ദൈവം അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് ദൈവം അവരോട് പറയാണ്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോക എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. ജീവിതത്തിൽ വിശുദ്ധി ഇല്ലാത്തവർക്കും പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ ലഭിക്കാറുണ്ട്. അത് ലോകത്തിൽ സുവിശേഷം പറയുന്നതിനെ സഹായമായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അവർ വിശുദ്ധ ജീവിതം നയിക്കണമെന്നില്ല. എന്നാൽ ലോകത്തിൽ നാം അവരെ കാണുമ്പോൾ അവർ വലിയവരാണ്, വലിയ ഭക്തന്മാരാണ് എന്നൊക്കെ തോന്നിപ്പോകും. എന്നാൽ പലപ്പോഴും അത്തരക്കാരുടെ ഗതി വളരെ ദയനീയമായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ളതായ പ്രവർത്തനങ്ങൾ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാം എല്ലാ കാര്യങ്ങളും വിശ്വസിക്കുവാനും അംഗീകരിക്കാനും പോകേണ്ടതായിട്ടില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആ വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയാണ്? ജീവിതത്തിൽ വിശുദ്ധിയുള്ള വ്യക്തിയാണോ? ദൈവമുമ്പാകെ യോഗ്യമായി ജീവിക്കുന്ന വ്യക്തികളാണോ എന്നൊക്കെ നാം ഒന്ന് അറിയേണ്ടിയിരിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ നാം 100% ജീവിതത്തിൽ വിശുദ്ധിയുള്ളവരായിരിക്കണം. ആത്മാവിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ പറയുന്നു. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവും ഇല്ല. അവർ യഥാർത്ഥത്തിൽ വിശുദ്ധിയുള്ളവരായിരിക്കണം. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതെന്നാണ്. 1 പത്രോസ് 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ വിശുദ്ധൻ ആകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ദൈവ വചനത്തിലൂടെ ദൈവം നമ്മോട് പറയുകയാണ്, ഞാൻ വിശുദ്ധൻ ആകുന്നു, അതുകൊണ്ട് നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. പ്രിയരെ, ഒരു സത്യം നാം ഉൾക്കൊള്ളണം. ഈ ലോകത്തിൽ എങ്ങനെ ജീവിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാകാം. നല്ല ജീവിതം നയിക്കുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ചു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞെന്ന് വരാം. പക്ഷേ ദൈവം യഥാർത്ഥത്തിൽ നോക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധിയാണ്. വിശുദ്ധി കൂടാതെ നമുക്ക് ദൈവ സന്നദ്ധിയിലായിരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഒരു പാട്ടുകാരെങ്ങനെ പറയുന്നുണ്ടല്ലോ, പഴയൊരു പാട്ട്, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവനിൽ താമസമേറെയില്ല, തൻ്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുന്നു. പ്രിയൻ വരുമ്പോൾ നാം വിശുദ്ധിയുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കുക. ആദ്യത്തെ ഫലമായിട്ട് വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് സ്നേഹമാണ്. ലോകത്തിൽ നമുക്കറിയാം പലതരത്തിലുള്ളതായ സ്നേഹമുണ്ട്. അതായത് ശാരീരികമായ സ്നേഹം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം, മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ളതായ സ്നേഹം,
സഹോദരന്മാർ, കൂട്ടുകാർ തമ്മിലുള്ളതായ സ്നേഹം. നമ്മുടെ മലയാളത്തിൽ ഇതിനെല്ലാം നാം പറയുന്നത് സ്നേഹം എന്ന് തന്നെയാണ്. എന്നാൽ എബ്രായ ഭാഷയിൽ ഇതിനെല്ലാം വ്യത്യസ്ത പേരുകളുണ്ട്. ശാരീരികമായ സ്നേഹം, അതായത് ഒരു പുരുഷനെ ഒരു സ്ത്രീയോട് തോന്നായ സ്നേഹം, അതിനെ ഇറോസ് എന്ന് പറയുന്നു. ഒരു പിതാവിന് അല്ലെങ്കിൽ മാതാവിന് തൻ്റെ കുഞ്ഞിനോട് തോന്നുന്ന സ്നേഹത്തെ സ്റ്റോർജ് എന്ന് പറയുന്നു. സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹം, കൂട്ടുകാർ തമ്മിലുള്ള സ്നേഹം, ഇതിനെ ഫീലിയോ എന്ന് പറയുന്നു. എന്നാൽ മറ്റൊരു സ്നേഹം കൂടിയുണ്ട്, അഗാപ്പെ സ്നേഹം, ഗോഡ് കൈൻഡ് ഓഫ് ഫെയ്ത്ത്. അതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം. പരിശുദ്ധാത്മാവിൻ്റെ ഫലമായി നമുക്ക് ലഭിക്കുന്നത് ഈ അഗാപ്പെ സ്നേഹമാണ്. അല്ലാതെ അത് ഇറോസ് അല്ല, സ്റ്റോർജ് അല്ല, ഫീലിയോ അല്ല. അതെല്ലാം എല്ലാവർക്കും ഉണ്ടാവും. എന്നാൽ പരിശുദ്ധാത്മാവിനെ നാം പ്രാപിക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ നമുക്ക് ലഭിക്കുന്നതായ സ്നേഹമാണ് അഗാപ്പെ സ്നേഹം. കാൽവറിയിൽ കർത്താവായ യേശു ക്രിസ്തു തെളിയിച്ച സ്നേഹമാണ് അഗാപ്പെ സ്നേഹം. രണ്ടാമത്തെ സന്തോഷം. സന്തോഷത്തിനെ നാം ഹാപ്പിനെസ് എന്ന് പറയുന്നു. എന്നാൽ സന്തോഷം എന്ന വാക്കിനെ പകരം ആനന്ദം അല്ലെങ്കിൽ ജോയ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് നല്ലത്. കാരണം സന്തോഷം എന്നുള്ളത് ഒരു വൈകാരിക അനുഭവമാണ്. അത് കൂടിയും കുറഞ്ഞും ഇരിക്കും. എന്നാൽ ആനന്ദം അത് സ്ഥിരമായി നിൽക്കും. ജോയ് ഓഫ് ദി ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത്. അത് മാറിപ്പോകുകയില്ല. ആനന്ദം അല്ലെങ്കിൽ ജോയ് അത് സ്ഥിരമായിരിക്കും. ആ പരിശുദ്ധാത്മാവിന്റെ ഒരു ഫലം ആനന്ദം അല്ലെങ്കിൽ സന്തോഷം അതെന്നും നമ്മളിൽ നിലനിൽക്കും. അടുത്തതായിട്ട് സമാധാനം. സമാധാനം എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ സമാധാനം വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവം തരുന്നതായ സമാധാനം, അതാണ് യേശു പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സമാധാനത്തെ തരുന്നു, അത് ലോകം തരുന്ന സമാധാനമല്ല എന്ന്. 450 പ്രാവശ്യം സമാധാനം എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. യേശു സമാധാന പ്രഭുവാണ്. ആ സമാധാനം നമുക്ക് ലഭിക്കുമ്പോൾ മാത്രമാണ് ഏത് അവസ്ഥയിലും ശാന്തരായി സ്വസ്ഥരായിട്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. നാലാമതായിട്ട് ദീർഘക്ഷമ. ദീർഘക്ഷമ എന്ന് പറയുമ്പോൾ തെറ്റുകൾ ക്ഷമിക്കുക എന്നുള്ളതല്ല, ഫോർഗീവ്നെസ് എന്നുള്ള വാക്കല്ല അവിടെ ഉപയോഗിക്കുന്നത്. അവിടെ ദീർഘക്ഷമ എന്നുള്ളതിനെ പേഷ്യൻസ്, അതായത് കാത്തിരിക്കുന്ന അനുഭവം. നമുക്ക് ഒന്നും ലഭിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ തന്നെ ക്ഷമയോടുകൂടെ നാം കാത്തിരിക്കുന്നതായ ഒരു അവസ്ഥ, അതാണ് ദീർഘക്ഷമ. അത് പരിശുദ്ധാത്മാവിന്റെ ഒരു ഫലമാണ്. അടുത്തതായിട്ട് ദയ. അത് പരിശുദ്ധാത്മാവിന്റെ മറ്റൊരു ഫലമാണ്. ദയ എന്നുള്ളത് അതിനെ കരുണ എന്ന് വേണം നമുക്ക് പറയാം. അതിന് ഉത്തമ ഉദാഹരണം ആ നല്ല സമരക്കാരന്റെ ആ ഉപമ തന്നെയാണ്. സമരക്കാരൻ ഒരു യഹൂദനെ ശുശ്രൂഷിക്കുന്നു. അത് കരുണയാണ്, ദയയാണ്.
ദൈവത്തിന് നമ്മോട് തോന്നുന്ന ആ വലിയ ദയ അത് ആകാശത്തോളം ഉയർന്നിരിക്കുന്നു എന്ന് ദൈവ വചനത്തിൽ പറയുന്നു. അടുത്തതായിട്ട് പരോപകാരം. പരോപകാരം എന്ന് പറഞ്ഞാൽ ഉദാരമായി മറ്റുള്ളവർക്ക് നൽകുക, പരസ്പരം പങ്കുവയ്ക്കുക. പണം മാത്രമല്ല, നമ്മുടെ സമയം, കഴിവുകളെല്ലാം പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അതാണ് പരോപകാരം എന്ന് നാം പറയുന്നത്. അടുത്തതായിട്ട് വിശ്വസ്തത. വിശ്വസ്ത എന്ന് പറയുമ്പോൾ അത് ഫെയ്ത്ത്, വിശ്വാസം എന്ന അർത്ഥത്തിലല്ല, ഫെയ്ത്ത്ഫുൾനെസ്, ദൈവത്തോട് വിശ്വസ്തനായിരിക്കുക. അത് നാം മനസ്സിലാക്കേണ്ടതാണ്. കാരണം വിശ്വസിക്കാൻ എളുപ്പമാണ്, വിശ്വസ്തനായിരിക്കുക എന്നുള്ളത് പ്രയാസമാണ്. വിശ്വാസ പ്രമാണം ചെല്ലുന്നുണ്ട്, എന്നാൽ 100% ദൈവത്തോട് നാം വിശ്വസ്ത കാണിക്കുന്നുണ്ട്. അടുത്തതായിട്ട് 8ാമത്തെ സൗമ്യത. സൗമ്യത ഒരു ബലഹീനതയല്ല, അത് കരുത്താണ്. കോപം നമ്മളിലേക്ക് ഇരച്ചു കയറുമ്പോഴും സൗമ്യതയോടെ നിൽക്കുവാനായിട്ട് നമുക്ക് കഴിയണം. യേശുവിനെ വിസ്തരിക്കുമ്പോൾ യേശു സൗമ്യനായി നിന്നു, രോമം കത്തറിക്കുന്ന ഒരു കുഞ്ഞാടിനെ പോലെ നിശബ്ദനായിട്ട് സൗമ്യതയോടെ നിൽക്കുവാനായിട്ട് നമുക്ക് കഴിയും. പലപ്പോഴും നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മുടെ സൗമ്യത നമ്മിൽ നിന്ന് വിട്ടുപോയി പലപ്പോഴും പൊട്ടിത്തെറിക്കുന്ന അനുഭവം ഉണ്ടായിട്ടില്ലേ? അതുപോലെ തന്നെ അടുത്തത് ഇന്ദ്രിയാജയം, സെൽഫ് കൺട്രോൾ. എന്താണ് ഇന്ദ്രിയാജയം? ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തനത്തോട് നോ പറയാനുള്ളതായ കഴിവാണ്. അത് ചെയ്യുകയില്ല. തെറ്റ് ചെയ്യുവാൻ പ്രേരിപ്പിച്ചാലും നോ എന്ന് പറയുവാനായിട്ട് നമുക്ക് കഴിയണം. യേശുവിനെ സാത്താൻ പരീക്ഷിച്ചപ്പോൾ അവിടെ യേശു ബലത്തോടെ നിന്ന് സാത്താനെ എതിർത്തത് ഇന്ദ്രിയാജയമെന്ന ആ പരിശുദ്ധാത്മാവിന്റെ ഫലത്താലാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ജീവിതത്തിൽ വിശുദ്ധിയുള്ളവരായിരിക്കണം. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൽ വിശുദ്ധിയോടുകൂടെ ജീവിച്ച് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പ്രാപിച്ച് അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ സ്വീകരിച്ച് ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാനായിട്ട് നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും.